2020 നിന്ന് രാജിവെക്കുന്നു. ചില പ്രശ്നങ്ങളാണ്, ജനാധിപത്യമില്ല പാർട്ടിയിലെന്ന് പറയുന്നു. ഒപ്പം തന്നെ ഇതാണ് ഈ മലയാളികളുടെ കുഴപ്പം. ആരെങ്കിലും എന്തെങ്കിലും അപകടം പറഞ്ഞുണ്ടാക്കിയാൽ അത് നാക്കി പോലും തൊടാതെ അണ്ണാക്കിലുടങ്ങി വിഴുങ്ങുക. അപ്പം കൊട്ടാരക്കരയിൽ UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പിന്നെ അഴിമതിയിലൂടെ കിട്ടിയ കള്ളപ്പണ സൂക്ഷിക്കാൻ മറ്റൊരു മാർഗം വേണ്ടേ? ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അച്ഛൻ അന്ന് മുതൽ എൻ്റെ അടുത്ത് മിണ്ടിയിട്ടില്ല. അച്ഛൻ ഭയങ്കര കോൺഗ്രസ്സുകാരനാണ്. അപ്പം BJP വികസന രാഷ്ട്രീയത്തോട് ഞാൻ ഭയങ്കര യോജിപ്പാണ്. പക്ഷേ BJP ഏതെങ്കിലും ഒരു വ്യക്തി പറയുന്ന വർഗീയതയ്ക്ക് ഒരിക്കലും ഞാൻ കൂട്ടുപിടിക്കത്തില്ല. അതിനെ ഞാൻ പിന്തുണ സംസാരിക്കത്തതുമില്ല. നമുക്ക് ഉപകാരമുള്ളവരുടെ മുമ്പിൽ മാത്രം നമ്മൾ നല്ലതായാൽ മതി. അവരുടെ മുമ്പിൽ എന്ത് ചെറ്റത്തരം കാണിച്ചും നമ്മൾ നല്ലതായിരിക്കുകയും വേണം. അതുകൊണ്ട് തന്നെയാണ് 2020 നിൽക്കാം എന്നുള്ള എൻ്റെ തീരുമാനം വരുന്നത്. ഫ്ലാഷ് ബാക്ക്. നമ്മുടെ കേരളം പലപ്പോഴും ചിന്തകൾ കൊണ്ടും മറ്റു പല കാരണങ്ങൾ കൊണ്ടും പിന്നോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ കുറച്ച് സ്വതന്ത്ര ചിന്താഗതി പിന്തുടരുന്ന ആളാണ്. ഇപ്പം എൻ്റെ ചില ചിന്തകളും ചില അഭിപ്രായങ്ങളും ഒക്കെ ചിലപ്പം അത് BJPക്ക് അനുകൂലമായിരിക്കും, ചിലപ്പോൾ UDF അനുകൂലമായിരിക്കും, ചില സമയങ്ങളിൽ അത് ഇടതുപക്ഷത്തിന് അനുകൂലമായിരിക്കും. അടിസ്ഥാനപരമായിട്ട് എൻ്റെ ചിന്തയിൽ കൂടുതലും ഒരു സ്വതന്ത്ര ചിന്താഗതിയാണ് ഉണ്ടായിരുന്നത്. ഞാൻ ഇതുപോലെ അങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ഇങ്ങോട്ട് പോരട്ടെ. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും, അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും. 2020 എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പ്രസ്ഥാനം എന്ത് ആശയമാണോ, എന്ത് ഡെവലപ്മെന്റ്സ് ആണോ ഈ നാട്ടിൽ കൊണ്ടുവരാൻ ആഗ്രഹിച്ചത്, ഇത് മനസ്സിൽ തന്നെ സൂക്ഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ മുൻപേ. എനിക്ക് എത്ര തന്ത ഉണ്ടെന്നാണ് നിന്റെ വിചാരം? അത് വലിയ പിടിയില്ല. ഒരു ക്ലൂ തരാമോ? പക്ഷേ എറണാകുളം ജില്ലയ്ക്ക് അപ്പുറത്തേക്ക് 2020 ഒരു വലിയ വ്യാപനമൊന്നും ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ ഇതുപോലൊരു പത്രസമ്മേളനം ഉണ്ടായെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പട്ടി വൈക്കോലി കയറി കിടക്കുന്നത് കേട്ടിട്ടില്ലേ? തിന്നയില്ല തീറ്റിക്കയില്ല. ആ ഒരു പരിപാടി നമുക്ക് പിടിക്കാം. അപ്പോൾ എങ്ങനെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുക എന്നതിനേക്കാൾ ഉപരി ആ രാഷ്ട്രീയ പാർട്ടിയുടെ വിഷൻ, ആ രാഷ്ട്രീയ പാർട്ടി എന്താണ് സമൂഹത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്, 100% ഡെവലപ്മെന്റ്സ് അല്ലാതെ മറ്റെന്താണ് അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ പറ്റുക? ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ? അവസാനം ഞാൻ അവനെ ഇറക്കി. അങ്ങനെ നാടിന്റെ ഡെവലപ്മെന്റ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ വരുംകാല തലമുറയുടെ മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഇന്ന് ഈ കാലഘട്ടം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നീ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു കരുണ? നമ്മൾ ഇന്നും 80-ലും 90-ലും കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. എന്താണ് 2030 സംഭവിക്കാൻ പോകുന്നത്, എന്താണ് 2035-ലും 40-ലും നമ്മുടെ തലമുറയ്ക്ക് ഉണ്ടാകേണ്ട അറിവുകൾ എന്തൊക്കെയാണ്? നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നേ? വിഷണറി ആയിട്ടുള്ള, ദീർഘവീക്ഷണമുള്ള, കുറച്ചുകൂടെ മലയാളത്തിൽ പറഞ്ഞാൽ ക്രാന്തദാർശനികമായ ചിന്തകൾ പങ്കുവയ്ക്കാൻ ശേഷിയുള്ള നേതാക്കന്മാർ വരണം. ഞാൻ എന്തിനാ ജനിച്ചെന്ന് ഇതിനൊക്കെ തന്നെ താനല്ലാതെ ഇതൊക്കെ ഭംഗിയായി ചെയ്യാൻ വേറൊരു സ്ഥാനാർത്ഥിയില്ല ഈ ഭൂലോകത്ത്. മനസ്സിലായോ? ഞാൻ 2020 ചേരുന്നു എന്ന വാർത്തകളും മറ്റും വന്ന സമയത്ത് ഒരുപാട് പേർ എന്നെ പല സ്ഥലത്തുനിന്ന് വിളിച്ചു, ചേട്ടാ ഗംഭീര തീരുമാനമാണ്. ഓരോ സമയത്ത് ഓരോ തോന്നലുകളാണ്. എന്തിനാടാ ദിനേശ നാട്ടുകാരെ ചിരിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഓരോന്ന് ചെയ്തു കൂട്ടുന്നത്? ഞങ്ങൾ കിഴക്കമ്പലത്ത് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ പല വീഡിയോസും കണ്ടിട്ടുണ്ട്. അപ്പം ഒരാൾ പറയുകയും പറഞ്ഞത് പ്രവർത്തിക്കുകയും ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. അല്ലാതെ ഇപ്പൊ എല്ലാവർക്കും പറയാൻ എളുപ്പമാണ്, പക്ഷെ അത് പ്രവർത്തിച്ച് കാണിക്കുകയാണ് പ്രയാസം. ഇത് നമ്മൾ പോണ പോക്കിലെല്ലാം തൊലയട്ടെ എന്ന് കരുതി കാണും. ഉത്തരത്തിൽ ഇരിക്കുന്ന എടുക്കാൻ പോയി ഇപ്പൊ കക്ഷത്തിരുന്ന പോയില്ലേ?